അപ്പം ടാരോ റീഡിങ്ങിനെ പറ്റി കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ടാരോ റീഡിംഗ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കുറേ നമ്മൾ കാർഡ് ഡെക്ക്, അതിൽ നല്ല നല്ല പിക്ചേഴ്സ്, നല്ല കളർഫുള്ളായിട്ടുള്ള പിക്ചേഴ്സ്, അതിനൊക്കെ ഒരേ കാർഡ് തന്നെ പലർക്ക് റീഡ് ചെയ്യുമ്പോൾ പല പല റീഡിങ്സ് അത് ഇൻറ്റ്യൂഷൻ ബേസ് ചെയ്ത് കിട്ടാറുണ്ട്. അവരുടെ ചോദ്യത്തിനനുസരിച്ച് നമുക്ക് ആ എനർജി, അപ്പോഴത്തെ എനർജി എന്താണോ അതനുസരിച്ചാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആ നിമിഷത്തെ കാര്യത്തിൽ അല്ലെങ്കിൽ അടുത്ത് വരാൻ പോകുന്ന കാര്യമായിരിക്കും, അതോ ഇനി ആ ഒരു ലൈഫ് മൊത്തമുള്ള എന്തെങ്കിലും റീഡിംഗ് ആണോ കൊടുക്കുക, അതോ ആ ഒരു കറണ്ട് എനർജി വെച്ചിട്ട് ഒരു എത്ര നാളത്തേക്കുള്ള റീഡിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ 6 മാസം നിൽക്കുന്ന റീഡിംഗ് ആയിരിക്കുമോ, അതോ ലൈഫ് ലോങ് ഉള്ള റീഡിംഗ് ആയിരിക്കും കിട്ടുക? എന്ത് റീഡിംഗ് ആയിരിക്കും കിട്ടുക? അതായത് ഇപ്പോൾ ടാരോനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 3 തരത്തിൽ റീഡ് ചെയ്യാൻ പറ്റും: പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. ഞാൻ അങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പാസ്റ്റ് ലൈഫിൽ ഇവർക്ക് ഇവരുടെ കർമാസ് ചിലപ്പോൾ എന്തൊക്കെയാണ് എന്നുള്ളത് അറിയാം. ചിലപ്പോൾ ഇവർ ഈ ഒരു കാര്യം തന്നെ ചിലപ്പോൾ കരിയറൊക്കെ വരികയാണെങ്കിൽ അവർ ഇന്ന കാര്യം ചെയ്തതായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഒരു ഹീലിംഗ് അല്ലെങ്കിൽ ഈ ഒരു ഗൈഡൻസ് ഉള്ള മേഖലയിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു എൻ്റെ പാസ്റ്റ് ലൈഫ് എടുത്ത സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ വന്നേ പറ്റുള്ളൂ. അതേപോലെ തന്നെ ആയിരിക്കും ഈ പ്രശ്നത്തിന് വരുന്ന ആൾക്കാർക്കും അവരുടെ പാസ്റ്റ് ലൈഫിൽ എന്തായിരുന്നോ പോയിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം ഒന്ന് ഹീൽ ചെയ്യാനുണ്ടാവും. ചിലപ്പോൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഒക്കെ കേട്ടിട്ടുണ്ടാവും. ആ ഒരു ഹീലിംഗ് ഒക്കെ നടന്നു കഴിയുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് നമ്മൾ തന്നെ ചെയ്യണമെന്നില്ല, ജസ്റ്റ് ആ ഒരു അവർക്ക് ആ ഒരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ അത് ഒന്ന് ഹീലായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ ലൈഫ് തന്നെ ടോട്ടലി ചേഞ്ച് ആയിട്ട് പുതിയൊരു വഴിക്ക് പോകാൻ, പുതിയ ഡെസ്റ്റിനേഷൻ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കരിയറിനേക്കാളും നമ്മുടെ ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് പർപ്പസ് എന്താണ് അത് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് എല്ലാ മേഖലയിലും, അതായത് ആ ഫിനാൻഷ്യലി മേഖലയിലാണെങ്കിലും നമുക്ക് ചെയ്യുമ്പോൾ ഒരു സമാധാനം എന്നുള്ളൊരു കാര്യം നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റുക. പിന്നെ മാം പറഞ്ഞ പോലെ കറണ്ട് എനർജിയും നോക്കാറുണ്ട്. അത് മൈനർ ആർക്കാന, മേജർ ആർക്കാന 2 ഡെക്സ് ആണ് ടാരോയിൽ മെയിനായിട്ടുള്ളത്. അപ്പോൾ മൈനർ ആർക്കാന നമ്മളൊരു 1 to 3 months നമ്മൾ മൈനർ ആർക്കാനയുടെ എനർജി നിൽക്കുക. 3 to 6 months മേജർ ആർക്കാനയുടെ എനർജി നിൽക്കുക എന്ന് പറയാറുണ്ട്. അപ്പോൾ അവരോട് ഞാൻ പറയാറുണ്ട്, എന്തായാലും ഇതിപ്പോൾ ഇത്ര സമയത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു നമുക്ക് തോന്നാറുണ്ട്. അതിൽ തന്നെ പല നമുക്ക് ക്ലൂസ് കിട്ടും. അതിപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെ അത് കിട്ടിക്കൊള്ളണം എന്നില്ല. നമുക്ക് ചിലപ്പോൾ ഈസ് ഓഫ് കപ്സ് ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് പറയാറുണ്ട് 1 month ഉള്ളിൽ അങ്ങനെ പറയാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ അതുമല്ല വേറെ എന്തെങ്കിലും നമ്പേഴ്സ് ആ കാർഡിനകത്ത് തന്നെ ഉണ്ടാവും. അതും അല്ലെങ്കിൽ നമുക്ക് ഇൻഡ്യൂഷൻ വഴി എൻ്റെ വായിൽ തന്നെ ചിലപ്പോൾ ഞാൻ അത് പറയാറുണ്ട്, ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ അങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഫ്യൂച്ചർ 3 കൂടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. ചിലവർ പറയും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു മാഡം, എനിക്ക് അതൊന്നും അറിയണ്ട, ഇനി എനിക്കെന്ത് സംഭവിക്കും, അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ആ 2 കാര്യം പറയും. ചില ആൾക്കാർ പറയും ഇപ്പം ഭയങ്കര സ്ട്രക്നെസ്സിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ എന്ത് ചെയ്യണം, വാട്ട് ഈസ് നെക്സ്റ്റ്, അത് അങ്ങനെ ചോദിക്കാം. അപ്പം ഞാൻ കറണ്ട് എനർജി മാത്രം നോക്കി കൊടുക്കാറുണ്ട്. ചില ആൾക്കാർ പറയും ഏത് വഴിയിൽ കൂടെ ഞാൻ പോയി കഴിഞ്ഞാലാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുക, അല്ലെങ്കിൽ ഇങ്ങനെ ചീറ്റിംഗ് ഒക്കെ നടക്കുന്നു എന്നൊക്കെ ചിലവർക്ക് തോന്നാറുണ്ട്. ചിലപ്പോൾ റിലേറ്റീവ്സ് തന്നെ ആയിരിക്കാം അവരെ ചീറ്റ് ചെയ്യണം. അതൊക്കെ തോന്നുമ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അത് റിലേറ്റീവ്സ് ആണെങ്കിൽ അവരെ അറുത്ത് മുറിച്ച് പറഞ്ഞാലും ആ ഒരു ബന്ധം ചിലപ്പോൾ ഒഴിവാക്കാനും ഒന്നും പറ്റില്ല. അതിനു വേണ്ടി സൊല്യൂഷൻ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സൊല്യൂഷൻ മെയിനായിട്ട് ഞാൻ റേക്കി ഹീലിംഗ് ആണ് എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ ഇരിക്കുമ്പോൾ അവരോട് പറയും ചിലപ്പോൾ കുടുംബദേവത അല്ലെങ്കിൽ ഗ്രാമദേവത, അവരൊന്നും ഇപ്പോൾ എബ്രോഡുള്ള ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം മാതൃദേവതയാണ് കുടുംബദേവത അല്ലെങ്കിൽ ഗ്രാമദേവത. ഇവരെ ചിലപ്പോൾ കാവുകളൊക്കെ ഉണ്ട്, അപ്പോൾ കാവുകളൊന്നും ഇല്ല, നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. സർപ്പക്കാവ് ഉണ്ടാവും അവിടെ. ചിലപ്പോൾ അവർ എന്തെങ്കിലും ഒന്നും വേണ്ട, അവർക്കൊരു തിരി വയ്ക്കുക എന്നുള്ളതായിരിക്കും അവരാഗ്രഹിക്കുന്നത്. ഇവരെവിടെയോ ഇരുന്നോട്ടെ, പക്ഷെ അതിനുള്ളൊരു ആൾക്കാരെ ഇവിടെ കണ്ടുവയ്ക്കുക, എന്താ പറയുക, ആരോടെങ്കിലും പറഞ്ഞ് എപ്പോഴും വേണ്ട അതൊന്ന് ചെയ്യിപ്പിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ദേവിക്ക് അവരുടെ ഇവർ ചിലപ്പോൾ 1 വർഷം 2 വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും വരും. അതിൻ്റെ ഉള്ളിൽ ഒരു 6 മാസത്തിൻ്റെ ഉള്ളിൽ ആരെങ്കിലും ഒന്ന് പോയിട്ട് ആ ദേവിക്കൊന്ന് വിളക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുക. അത് ചെയ്യുമ്പോഴേക്കും തന്നെ ഇവർക്ക് നല്ല മാറ്റം വരും. ചില ആൾക്കാർക്ക് കുടുംബദേവത ആരാന്ന് പോലും അറിയില്ല. അപ്പോൾ ഇവരത് മറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷനായിരിക്കും അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ അറിയുന്നുണ്ടാകും. അപ്പോൾ ഞാൻ പറയാം അവിടെ പോയിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്താൽ മതി, അങ്ങനെയും പറയാറുണ്ട്. പിന്നെ അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്രിസ്റ്റൽ ഹീലിംഗ്സ് നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട്, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ കരിയറിനാണെങ്കിലും ഫിനാൻഷ്യലി ഗ്രോത്തിനാണെങ്കിലും ക്രിസ്റ്റൽ ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെയുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ നിൽക്കാത്തതാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ, അതായത് ജ്യോതിഷം, അവർ ചില കാര്യങ്ങൾ ഇത് കണക്ട് ചെയ്ത് വരാൻ ബുദ്ധിമുട്ടാണ്. സ്ഥലക്കച്ചവടമൊക്കെ ചോദിക്കാറുണ്ട്. അതൊന്നും ടാരോയിൽ ചിലപ്പോൾ മിക്കവാറും വരണമെന്നില്ല. ചില സമയത്ത് ഞാനത് കണക്ട് ചെയ്ത് പറയാറുണ്ട്.
അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രം അനദർ ഗൈഡൻസ് എടുത്ത് ഞാനത് അവർക്ക് കൊടുക്കാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ 2 മാസങ്ങൾക്ക് മുമ്പ് ഒരു പാലക്കാട് തന്നെയുള്ളൊരു അമ്മയാണ്, അവരുടെ മോള് ആക്സിഡൻ്റലി മരിച്ചുപോയി. 12+2 കഴിഞ്ഞ ഉടനെ കുട്ടി മരിച്ചുപോയി. അപ്പോൾ ഈ അമ്മയുടെ ആഗ്രഹം ആ കുട്ടി വീണ്ടും റീബർത്തായിട്ട് വരണം, അത് ഈ അമ്മ എന്നെ ക്യാരിങ് ആയി വരണം. പക്ഷെ ആ +2 പഠിക്കുന്ന അമ്മയുടെ ഒരു ഏജ് എത്ര ഉണ്ടാവുന്നു, ആ അമ്മയ്ക്ക് ചിലപ്പോൾ ഇനി പ്രഗ്നൻസി ഒന്നും പോസിബിൾ ആവണമെന്നില്ല ആ ഒരു സമയം. അങ്ങനെ അവർ പറയാം, എൻ്റെ മോള് ഉണ്ടാവുന്ന സമയത്ത് എനിക്ക് ആ മോളെ പറ്റി അറിഞ്ഞില്ല, അവൾ അത്രയും ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് അവരെ കുട്ടി പോയ കാര്യം എനിക്കറിയില്ല. അവർ എൻ്റെ മോളുടെ കാർഡ് വായിക്കണം എന്നാണ് പറഞ്ഞത്. ഞാൻ വായിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞതൊക്കെ കറക്റ്റായിരുന്നു. പക്ഷെ നോക്കുമ്പോൾ എന്തോ എനിക്കൊരു ഇത് വരുന്നുണ്ട്. അപ്പോഴാണ് അവർ പറഞ്ഞത് മോളിപ്പോൾ ഇല്ല, അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ മോൾ എനിക്ക് വരണം, എൻ്റെ അടുത്തേക്ക് വരണം. അവർക്ക് എന്ത് പറഞ്ഞു കൊടുത്തിട്ട് സമാധാനം ഉണ്ടാവുന്നില്ല. അവർ എങ്ങനെയെങ്കിലും എനിക്ക് ആ ഒരു ബർത്ത് വരണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ നമ്മളവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നല്ലാണ്ട് അതൊന്നും പോസിബിൾ അല്ല. പിന്നെ ഒരു സമാധാനം കൊടുക്കുക, അത് സംഭവിക്കും എന്ന് പറഞ്ഞ് സമാധാനം കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, റീഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഡെവിൾ കാർഡൊക്കെ വന്നേക്കാം. അങ്ങനെ വരുമ്പോൾ പൊതുവെ അത് കാണിക്കുന്നത് ബ്ലാക്ക് മാജിക് ആയിരിക്കും അല്ലേ? അപ്പം ബ്ലാക്ക് മാജിക് എന്ന് കേൾക്കുമ്പോൾ അത് പലരും അക്സെപ്റ്റ് ചെയ്യാത്തവരും കാണും. എനിക്ക് അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന്. അപ്പം അത് അക്സെപ്റ്റ് ചെയ്യുന്നവരാണോ, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചിട്ടൊന്ന് വിശ്വസിക്കുന്നവർക്കായിരിക്കും അത് കൂടുതലായിട്ട് ഏറ്റിട്ടുണ്ടാവുക? അങ്ങനെ തന്നെയാണല്ലേ? തീർച്ചയായും. ചില ഇതിപ്പോൾ എന്നെ മാം പറഞ്ഞതിലൊരു ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരാൾക്കും ഇപ്പോൾ ആ ഒരു വിശ്വാസം ഇല്ലയെന്ന് ആരും വിശ്വസിക്കുന്നില്ല. കേരളത്തിലുള്ള ആൾക്കാർ മിക്കവാറും ഈ ഒരു സംഭവം ഉണ്ട്. ഞാൻ മാക്സിമം ഈ ഒരു കാർഡ് ഡെവിൽ വരികയാണെങ്കിൽ മാത്രമേ ബ്ലാക്ക് മാജിക്കിൻ്റെ കാര്യം ഞാൻ പറയാറുള്ളൂ. മാക്സിമം ഇത് ചിലപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ എൻ്റെ വായിൽ നിന്ന് പോയിട്ട് അവരിത് മാനിഫെസ്റ്റ് ചെയ്യും. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ പറയാറില്ല. പിന്നെ അവർ ചോദിക്കും, എനിക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ട്, ചിലപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ഫോളോ ചെയ്യുന്നതായിട്ട് തോന്നാറുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക ബാഡ് സ്മെല്ലിങ്ങനെ വരാറുണ്ട്, ഒരു അങ്ങനത്തെ സംഭവങ്ങൾ വരാറുണ്ട്. പിന്നെന്താ ജപിക്കാൻ അല്ലെങ്കിൽ ചാൻഡ് ചെയ്യാനൊക്കെ ഇരിക്കുന്ന സമയത്ത് വേറൊരു ബ്ലാക്ക് കളർ രൂപം ഇങ്ങനെ വന്ന് നിന്നിട്ട് പോവാറുണ്ട്. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ പിന്നെ ഒന്നുകൂടെ നോക്കും. അല്ല ഡെവിൾ അല്ലെങ്കിൽ നമുക്ക് അത് തെളിഞ്ഞ് വരാറുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മളൊരു പ്രൊട്ടക്ഷനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ അമ്പലത്തിൽ തന്നെ പോയി ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ പ്രൊട്ടക്ഷൻ മന്ത്രാസൊക്കെ ഉണ്ട്, നമ്മുടെ ഹിന്ദു ആചാരപ്രകാരം വരുന്ന മന്ത്രാസൊക്കെ അവരെ പറഞ്ഞു കൊടുക്കും. അതൊരു 21 days ചെയ്യാൻ പറയുക, അത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഈ പൂജയും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ചെയ്തതിന് ശേഷം ഇത് മാറിപ്പോയോ നോക്കാനും വിളിക്കാറുണ്ടോ? അവർ ചെയ്തു, ഇനി എന്താ ഫർദറായിട്ട് ചെയ്യാനുള്ളത്, ചെയ്തപ്പോൾ നല്ല റിലാക്സ് ഉണ്ട്, അങ്ങനെ പറഞ്ഞ് വിളിക്കാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു റിലേഷൻഷിപ്പ് ഹീലിംഗ് അത് ഞാൻ റേക്കി വഴി കൊടുത്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അവർ ഹസ്ബൻഡ് ഭയങ്കരമായിട്ട് പ്രോബ്ലം ഉണ്ടായിരുന്നൊരു ചേട്ടനായിരുന്നു. അപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല സമാധാനം. അവർക്ക് എന്താ പ്രശ്നം, നമ്മൾ 21 days മാക്സിമം ഇത് ഫൈനൽ ചെയ്യുക. ഒന്നെങ്കിൽ 3 days കൊടുക്കും, അല്ലെങ്കിൽ 7 days കൊടുക്കും. അറ്റം പോയ 21 days. അതിൻ്റെ അപ്പുറത്ത് വേണ്ട, അത് ഹീലിംഗ് ആവും. പക്ഷെ ഇവർക്ക് ഇത് ചെയ്ത സമയത്ത് സമാധാനം കിട്ടിയിട്ട് ഇവർ പിന്നെയും കണ്ടിന്യൂ ആയിട്ട് ഹീലിംഗ് വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇതാണ് വരുന്നത്. അവർക്ക് സമാധാനമാണ് മെയിനായിട്ട് എല്ലാവരുടെയും ആവശ്യം, സമാധാനം എന്നുള്ളതാണ്. കിടന്നാൽ ഉറക്കം വരാത്ത എത്രയോ ആൾക്കാർ ഇവിടെ കേരളത്തിലുണ്ട്. അപ്പോൾ അവർക്ക് ആ ഒരു സമാധാനത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ചെയ്തു പോരുന്നത്. പിന്നെ നേരത്തെ എനിക്ക് തോന്നിയിട്ടുള്ള സംശയമാണ്, നമ്മൾ ടാരോ റീഡേഴ്സ് എല്ലാം തന്നെ അവരവർക്ക് വേണ്ടി റീഡിങ് ചെയ്താൽ ശരിയാകുമോ എന്നുള്ളത്. എപ്പോഴും ക്ലയൻസിന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് റീഡിങ് ചെയ്യാറുള്ളത്. അപ്പോൾ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞാൻ അടുത്ത് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾക്ക് പോകണോ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് പോകണമെങ്കിൽ ആ ഫംഗ്ഷന് ഞാൻ പോകേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇങ്ങനെയൊക്കെ നോക്കാറുണ്ടോ? നോക്കിയാൽ തന്നെ അത് കറക്റ്റായിട്ട് വരാറുണ്ടോ? ഇപ്പോൾ സ്വന്തം വീട്ടുകാർക്ക് മക്കൾക്ക് ഒക്കെ വേണ്ടി ചെയ്യുമ്പോഴൊക്കെ തെറ്റിപ്പോകാറുണ്ടോ, അതോ എപ്പോഴും ശരിയായിട്ട് തന്നെയാണോ ഒരു കിട്ടാറുള്ളത്? അതായത് സംശയം തോന്നാറുണ്ട്. മനസ്സിലായി. അതായത് ഞാൻ കംപ്ലീറ്റ്ലി ടാരോ എടുത്തിട്ട് ഒരു കാര്യം ചെയ്യുന്ന ഒരാളല്ല. അതായത് അത്യാവശ്യമുള്ള ഗൈഡൻസിന് വേണ്ടി മാത്രം. ചിലപ്പോൾ എന്തെങ്കിലും ഒരു സാധനം ഓവർ പൈസ കൊടുത്ത് വാങ്ങേണ്ട കാര്യമാണെങ്കിൽ അത് എനിക്കിപ്പോൾ ആവശ്യമുണ്ടോ എന്ന്, അത് അല്ലെങ്കിൽ എനിക്കത് നഷ്ടം വരുമോ, അങ്ങനെ നോക്കാറുണ്ട്. അല്ലെങ്കിൽ പുതിയൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലതാണോ, അത് ഏത് കാർഡ്സാണ് എടുക്കുന്നത്? അങ്ങനെയൊക്കെ വരുമ്പോൾ അത് ഗൈഡൻസ് കാർഡ്, അതായത് ഒറാക്കിൾ കാർഡാണ് മെയിനായിട്ട് നോക്കാറുണ്ട്. പെൻഡുല എടുത്ത് നോക്കാറുണ്ട്. അതേ സ്വർണ്ണ ക്വസ്റ്റ്യനൊക്കെ വരുമ്പോൾ പെൻഡുല നോക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ചില സമയത്ത് മാത്രം ഇമോഷൻ, എൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ തോന്നാറില്ല. എൻ്റെ പാരൻസിന് അല്ലെങ്കിൽ ഹസ്ബൻഡിന് മോനൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ എനിക്കത് ഇമോഷണലി ഞാൻ കണക്റ്റ് ആയിപ്പോവും. അപ്പോൾ എനിക്ക് ചിലപ്പോൾ സങ്കടം വരും. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനെ
അവരെ കൊണ്ട് റീഡ് ചെയ്യും. കാരണം ഇമോഷണലി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ടുള്ള ഉത്തരം കിട്ടില്ല. നമ്മുടെ ഇമോഷനായിരിക്കും അവിടെ വർക്ക് ചെയ്യുക. എൻ്റെ ഉള്ളിലെ ചിന്തയായിരിക്കും കാർഡിൽ മെയിനായിട്ട് വരിക. അപ്പോൾ അതുകൊണ്ട് ഞാനത് എടുക്കാറില്ല. ഫ്രണ്ട്സിന് എൻ്റെ ഇത് പഠിച്ച ആൾക്കാരെ കൊണ്ട് നോക്കിപ്പിക്കാറുണ്ട്. അത് റേക്കി ആണെങ്കിലും ചില സമയത്ത് ഞാൻ ഇമോഷണലി കണക്റ്റഡ് ആയി പോകുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഹീലിങ്ങും കൊടുക്കാറുള്ളത്. എല്ലാ കാര്യത്തിലും അങ്ങനെ. ഇപ്പോൾ ഡോക്ടർ ഇപ്പോൾ ഇഞ്ചക്ഷൻ വെക്കുന്ന സമയത്ത് കൈ വിറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതേ അങ്ങനെയാണ്. അതിൽ ഫുള്ളും ഞാൻ അങ്ങനെ ടാരോനെ ആശ്രയിക്കില്ല എന്നുള്ളതാണ്. അതായത് ഗൈഡൻസ് ആയിട്ട്. കാരണം അത് പിന്നെ ചില ആൾക്കാരൊക്കെ ഉണ്ട് ഏത് ഡ്രസ്സ് ഇടണം അങ്ങനെയൊക്കെ ടാരോ പഠിച്ചു കഴിഞ്ഞ ആൾക്കാർ അതിനു വേണ്ടി പോലും ടാരോ എടുത്ത് നോക്കാറുണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അത്രയ്ക്കുള്ള കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് മെയിനായിട്ട് എന്തെങ്കിലും ഗൈഡൻസ് വേണമെങ്കിൽ മാത്രം ഞാൻ ടാരോ റീഡിങ് പഠിച്ചെന്ന് വെച്ചിട്ട് എല്ലാ ദിവസവും രാവിലെ എണീറ്റിട്ട് ആദ്യത്തെ ജോലി ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കും, ഇന്നത്തെ ദിവസം നന്നായിട്ട് പോവുമോ, ഇന്ന് ഞാൻ ഇന്ന ജോലി സ്ഥലത്ത് പോകുമ്പോൾ അവിടെ പ്രശ്നം ഉണ്ടാവുമോ, അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ഇന്ന് പോകാതിരിക്കണോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും എല്ലാ ദിവസവും നോക്കിയിട്ട് കാര്യമില്ല. മെയിനായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു പുതിയ, ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടേക്ക് വരുന്നത് ഒരു എൻ്റെ ലൈഫിലൊരു ടേണിംഗ് പോയിന്റ് ആയിട്ടായിരിക്കും. അപ്പം ഞാൻ നോക്കാറുണ്ട് അതെന്താണ്. അല്ല വേറൊരു സ്ഥലത്തേക്ക് ആദ്യമായിട്ട് പോകുന്ന വേറെ ആരെങ്കിലും കാണാൻ പോവുകയാണെങ്കിൽ അവിടെ പോയാൽ അവർക്ക് അനുകൂലമായിട്ട് വരുമോ, അല്ലെങ്കിൽ ഒരു സൊല്യൂഷന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഡയറക്റ്റ് ഹീലിങ്ങിന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ അവർക്ക് ഓക്കെ ആവുമോ, ഞാൻ ചെന്ന് കഴിഞ്ഞാൽ എന്താവും, അങ്ങനെയൊക്കെ. അല്ലാതെ രാവിലെ തന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞാൽ അന്ന് എല്ലാ കാര്യങ്ങളും എനിക്ക് അനുകൂലത്തിൽ വരുന്ന ഞാൻ ആദ്യം തന്നെ ഞങ്ങൾ യൂണിവേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞ് സെറ്റാക്കി വെക്കുക. അതെൻ്റെ ഒരു മൈൻഡ് സെറ്റാണ്. ഇതുവരെ അങ്ങനെ അത് ഇതായി പോയിട്ടില്ല. രാവിലെ ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വരുന്ന സമയത്ത് തന്നെ വണ്ടിയിലിരുന്ന് ട്രെയിനിലിരുന്ന് എണീറ്റ് കഴിഞ്ഞതും എല്ലാ കാര്യങ്ങളും സക്സസ് ആയിരുന്നു, അനുകൂലമായിട്ട് വരുന്നു എന്നുള്ളത് ഞാൻ ആദ്യം തന്നെ കണക്ട് ചെയ്ത് വയ്ക്കും. അതങ്ങനെ തന്നെ വരാറുണ്ട്. പിന്നെ അല്ലാതെ വെറുതെ ഓരോന്നിനും ഓരോ കാർഡ് എടുത്ത് നോക്കുക എന്നുള്ളത് അത് സത്യം പറഞ്ഞാൽ ടാരോനോട് ചെയ്യുന്ന ഒരു ഒരു ഇതുപോലെയാണ്, വിശ്വാസക്കുറവ്. അതായത് ചില സമയത്ത് ടാരോ നമ്മളെ കളിപ്പിക്കാറുണ്ട് കേട്ടോ. ഈ ഒരു ഉത്തരം എടുത്ത് ഞാൻ പിന്നെയും ഇതാണോ ചോദിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടത്തെറ്റായിരിക്കും വരിക. അപ്പം നമ്മൾ ആദ്യം കിട്ടും. ഇപ്പോൾ ഫസ്റ്റ് തോട്ട് എന്നുള്ളതാണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത്. എല്ലാ കാര്യത്തിലും ഫസ്റ്റ് തോട്ട് എടുക്കുക. നമുക്ക് ഇൻഡ്യൂഷൻ വരികയാണെങ്കിലും നമ്മൾ ആദ്യം വരുന്ന ഫസ്റ്റ് ചിലപ്പോൾ ഈ കാർഡ്സ് ഷഫിൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒന്ന് താഴെ തെറിച്ച് വീണ് പോവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് റിവേഴ്സ് കാർഡായിട്ട് വരാം, അല്ലെങ്കിൽ അല്ലാതെ നേരെയായിട്ട് വരാം. ചിലപ്പോൾ രണ്ടെണ്ണമൊക്കെ ഒരുമിച്ച് ഒട്ടിയിരുന്നിട്ടൊക്കെ അങ്ങനെ വന്നേക്കാം. അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനൊക്കെ ഡിഫറെൻറ്റ് റീഡിങ്സ് അല്ലേ. അപ്പോൾ ഈ തെറിച്ചൊക്കെ വീഴുന്നതിന് എന്താണ് സാറിനായിട്ട് നോക്കാറുണ്ട്? അത് അവർക്ക് കണക്ട്, അവർക്കത് വേണം എന്നുള്ള അത് അവർക്ക് നമ്മളെ കൊണ്ട് എടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മിക്കവാറും തെറിച്ച് വീണത്. ആദ്യം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തെറിച്ച് വീഴുന്ന കാർഡും കൂടെ ഇട്ടിട്ട് ഷഫിൾ ചെയ്യായിരുന്നു. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് എനിക്ക് ഇപ്പം ഞാൻ കമഴ്ന്ന് വീണിട്ടാണെങ്കിൽ ഞാൻ നോക്കിയിട്ടായിരിക്കും ചിലപ്പോൾ ഷഫിൾ ചെയ്യുന്നത്. പക്ഷെ ഞാൻ അത് എടുത്ത് വെക്കുമ്പോൾ ഇതേ കാർഡ് വീണ്ടും വരും. ആണല്ലേ? അങ്ങനെ വരാം. അപ്പൊ റീഡിങ് ആണ്. അങ്ങനെ വരാറുണ്ട്. ചിലപ്പോൾ ഒരു കഷ്ണമായിട്ട് ഒരു അങ്ങനെ വീഴുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ഞാൻ 3 എണ്ണം വരെ ആണെങ്കിലും കുഴപ്പമില്ല. ചിലപ്പോ ഒരു സെറ്റ് വീഴുകയാണെങ്കിൽ അത് നോക്കില്ല, ഷഫിൾ ചെയ്യും. ചിലപ്പോൾ ഒരു 3-4 എണ്ണം വരെ ചിലപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു 4 എണ്ണം മാത്രം എടുത്താലും അവർക്ക് എല്ലാ ഉത്തരവും അതിനകത്ത് ഉണ്ടാവാറുണ്ട്. കണക്ട് ചെയ്യാൻ പറ്റും. റിവേഴ്സ് ആയിട്ട് വരുന്നതാണെങ്കിലോ? റിവേഴ്സ് ആയിട്ട് വരണം മാക്സിമം നമ്മൾ റിവേഴ്സ് ആ മീനിങ്ങിൽ തന്നെ വായിക്കണം. അപ്പോൾ അത് ഉദാഹരണം വരികയാണെങ്കിൽ ഇപ്പോൾ ഡെബിറ്റ് കാർഡ് എന്നുള്ളൊരു സാധനം പറഞ്ഞു, ഡെബിറ്റ് കാർഡ് റിവേഴ്സ് വരുന്നത് നല്ലതാണ്. ആ എനർജി അവിടെ അവസാനിച്ചു എന്നാണ് അർത്ഥം വരുന്നത്. അതേപോലെ ഡെത്ത് കാർഡ് എന്ന് വരുന്നതും അതും റിവേഴ്സ് വരുന്നതൊക്കെ നല്ലതാണ്. പിന്നെന്താ ഒരു ഹെർമിറ്റ് കാർഡ് മെയിനായിട്ട് ഹെർമിറ്റിൽ വരുന്നത് ഒരു ഏകാന്തവാസം എന്നൊക്കെയാണ്. അത് ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയ ആൾക്കാർക്കൊക്കെ അത് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ബന്ധം ചിലപ്പോൾ അവസാനിച്ചു, ഇവരിനി കുറച്ച് തനിയെ യാത്രയായിരിക്കും. ചിലപ്പോൾ ആ ഒരു സംഭവം റിവേഴ്സാണ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അവരുടെ ആ ഒരു ജേണി അവസാനിച്ച്, അതായത് ഏകാന്തവാസം അവസാനിച്ച് ചിലപ്പോൾ റീയൂണിയൻ ആയിരിക്കാം. സൺ കാർഡ് റിവേഴ്സിൽ സൺ കാർഡ് നമ്മളത് നല്ല കാര്യമാണ്. സൺ കാർഡ് നല്ല ബ്രൈറ്റ് അല്ലേ, ഷൈനിങ് ആണ്, നമുക്ക് നമ്മുടെ ലൈഫ് തന്നെ നന്നായി പോവുകയാണ്. അപ്പോൾ അത് ഫ്യൂച്ചറിലാണ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ അലേർട്ടായിട്ട് ഇരിക്കാൻ പറയാം. സൺ കാർഡ് ചെറിയൊരു ഇതെന്തെങ്കിലും വരാൻ പോകുന്നുണ്ട്, നിങ്ങൾ അലേർട്ടായിട്ട് ഇരിക്കുക എന്നാണ് ഞാൻ മെയിനായിട്ട് പറഞ്ഞത്. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ചിലർ റിവേഴ്സ് കാർഡ് റീഡ് ചെയ്യാറില്ല. ഇല്ല, ഞങ്ങൾ ഡയറക്റ്റായിട്ട് വരുന്ന മാത്രം റീഡ് ചെയ്യുന്നവരുണ്ട്. ഞാൻ ചില ആൾക്കാർ ഇത് ചെയ്യും, റിവേഴ്സ് വന്നാലും അതിനെ അപ്ഗ്രേഡ് ആക്കി വെച്ച് റീഡ് ചെയ്യും. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. റിവേഴ്സ് ആണെങ്കിൽ റിവേഴ്സ് തന്നെയാണ് വായിച്ചു കൊടുക്കാറുള്ളത്. കാരണം അതിനങ്ങനെ ആ മീനിങ് ആയിരിക്കണം, കിട്ടണം എന്നുള്ളതായിരിക്കും അതിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇപ്പോൾ 3 ഓഫ് പെൻഡക്കിൾ അല്ലെങ്കിൽ 5 ഓഫ് സോർട്സ് ഇതൊക്കെ റിവേഴ്സ് വരുന്നത് നല്ലതാണ്. കാരണം ഇതൊക്കെ നെഗറ്റീവ് കാർഡ്സ് ആണ്. 3 ഓഫ് പെൻഡക്കിൾ എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു
അപ്ഗ്രേഡ് വരികയാണെന്നുണ്ടെങ്കിൽ അവർ ഭയങ്കരമായിട്ടൊരു ഇതിൽ പോയിക്കൊണ്ടിരിക്കുക, അതായത് കരിയറിൽ നല്ല ബാക്കിലായി നിൽക്കുക, അല്ലെങ്കിൽ പൈസ ഫിനാൻഷ്യലി അവർ ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഇത് റിവേഴ്സ് വരികയാണെങ്കിൽ അവർക്ക് ആ ഒരു മാറ്റം വന്ന് നല്ലൊരു പൈസ വരാനുള്ളൊരു, അല്ലെങ്കിൽ ഇപ്പം ഉള്ള ആ ഒരു കഷ്ടപ്പാട് അവസാനിച്ചു എന്ന് നമുക്ക് കണക്ട് ചെയ്ത് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ 5 ഓഫ് സോട്ട്സ് ഒക്കെയാണ് പറഞ്ഞാൽ, അല്ലെങ്കിൽ സോട്ട്സ് അല്ലെങ്കിൽ 5 ഓഫ് വാൻസ് ഒക്കെ ആണെങ്കിൽ നല്ല അടിപിടി ബഹളങ്ങൾ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സംഭവം. അപ്പോൾ അതൊക്കെ അവസാനിച്ച് ആ ഒരു പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ സോൾവ് ആകുമായിരിക്കും. കുടുംബക്കാർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിൽക്കുകയാണെങ്കിൽ അതൊക്കെ ഐക്യത്തിൽ വരും. അപ്പോൾ അത് റിവേഴ്സ് വന്ന് വായിച്ചെങ്കിലേ പറ്റുള്ളൂ. അതിന് അപ്ഗ്രേഡ് ചെയ്ത് വെച്ചിട്ട് ആ കാര്യം പറഞ്ഞു കൊടുക്കുന്നത് ശരിയല്ല. ഫുൾ കാർഡ് ആണെങ്കിൽ, ഫുൾ കാർഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ യൂണിവേഴ്സിനും സമർപ്പിക്കുക, ഹാപ്പി ആയിട്ട്. അതെ, പിന്നെ ചീറ്റ്, അതായത് നിഷ്കളങ്കമായ ആൾക്കാരന് എന്ത് ചെയ്യാൻ പറ്റിക്കപ്പെടാനും പോകണം. അപ്പം നമ്മൾ ടോട്ടലി ഫുള്ളായിട്ട് ഇരിക്കാതെ, കാണുന്നവർക്ക് തോന്നാം നമ്മൾ ഫുൾ ഒരു കുഴപ്പമില്ല, പക്ഷെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അതൊരു അവയർനെസ് ഉണ്ടാവണം. നമ്മളെ പറ്റിക്കാൻ ആർക്കും പറ്റില്ല, എന്നാൽ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക. ആ ഒരു ജേണിയിൽ വേണം ഫുൾ കാർഡ് പോകാനായിട്ട്. ചില ആൾക്കാർക്ക് ഫുൾ കാർഡ് വരുമ്പോൾ അവർക്കത് അയ്യോ ഇങ്ങനെ വന്നു അത് പറയുന്നത്, പക്ഷെ അത് നല്ല കാർഡാണ്. അതായത് എല്ലാ യൂണിവേഴ്സിനും സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ് ഫുൾ കാർഡ് മെയിനായിട്ട്. എല്ലാ യൂണിവേഴ്സും നോക്കിക്കോളും, അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന ഗോഡ് ഏതാണോ അത് നോക്കിക്കോളും. അങ്ങനെയാണ് ഫുൾ കാർഡിൻ്റെ മീനിങ് മെയിനായിട്ട് വരുന്നത്. ഡക്സ് ഇപ്പം ഒരുപാട് തരത്തിലുള്ള പിക്ചേഴ്സ്, ഒരുപാട് തരത്തിലുള്ള ഡക്സ് ഉണ്ട്. ഇംഗ്ലീഷിലുള്ളത്, പിന്നെ മലയാളത്തിലുള്ളതും ഒക്കെ ഇപ്പം ഒരു ഫ്രണ്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം മലയാളത്തിൽ എഴുതിയിട്ടുള്ളത് അതിൻ്റെ പിക്ചേഴ്സും ഒക്കെ ആയിട്ട് ദേവിയുടെയും ദേവന്മാരുടെ പടം, അല്ലെങ്കിൽ ഒരുപാട് ഭഗവത്ഗീത, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള കാർഡ്സ് ഒക്കെ ഉണ്ട്. അപ്പം ഇതിൽ നമ്മൾ പല ഡക്സ് നമ്മുടെ കയ്യിലുണ്ടാവും. ഒരാൾ വിളിക്കുമ്പോഴത്തേക്കും അവർക്ക് ഏതാണോ പറ്റിയത് അതാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്, അല്ലേ? അല്ലാതെ ഒരു കാർഡ് വെച്ച് മാത്രമല്ല, ഒരു ഡക്ക് മാത്രം യൂസ് ചെയ്തല്ല പലപ്പോഴും റീഡ് ചെയ്യുന്നത്. അപ്പം ഇതെല്ലാം ഈ എല്ലാ ഡക്സും തന്നെയും എന്നും അതിനുവേണ്ടി പ്രിപ്പയർഡ് ആക്കി ക്ലെൻസ് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കാണ്. നമുക്കത് ആ ഒരു എനർജി കണക്ട് ആവില്ല. അതായത് ഇപ്പോൾ കാർഡ് നമ്മൾ മെയിനായിട്ട് ഒന്നും ചെയ്തില്ലെങ്കിൽ ടാപ്പ് ചെയ്തിട്ട് എങ്കിലും വെക്കണം. അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ സേജ് ഇട്ടിട്ട് നമ്മൾ ക്ലെൻസ് ചെയ്യാറുണ്ട്, ചന്ദനത്തിരി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് ക്ലെൻസ് ചെയ്ത് വെക്കാറുണ്ട്. അത് ചെയ്യണം. കാരണം ഇവരുടെ ആ ഒരു അതെന്താ പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ, ചില സമയത്ത് ഞാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ, ടാപ്പ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ആ കഴിഞ്ഞ ആളുടെ അതേ സാധനം തന്നെ വീണ്ടും വരാറുണ്ട്. ഇപ്പൊ ഡിസ്കണക്ട് ചെയ്യണോ? ഡിസ്കണക്ട് ചെയ്യാം, കോഡ് കട്ടിങ് പോലെ. അതായത് ഇപ്പൊ നമ്മളെ നോക്കിയിട്ടുണ്ടെങ്കിൽ അമ്പലത്തിൽ പോകുന്ന സമയത്ത് അവർ ഭക്ഷണ നേദ്യം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തട്ടിയിട്ടാണ് ദേവീനെ വിളിച്ചിട്ടാണ് ആ റൂം തുറക്കാറുള്ളത്. അതേപോലെ ടാരോയുടെ അടുത്ത് പറയണ വേറെ ആൾ മാറി എന്ന് നമ്മളൊരു ഇത് കൊടുക്കുകയാണ് ടാരോയുടെ അടുത്ത്. ഞാനിങ്ങനെ ചെയ്യാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം മാം എൻ്റെ അടുത്ത് കാർഡ് എടുത്തിട്ട് പോയി, ഞാനത് അങ്ങനെ വെച്ചു. സാറ് വരികയാണ്, സാർ ഞാനിത് കട്ട് ചെയ്യാതെ എടുത്തിട്ടുണ്ടെങ്കിൽ മാമിൻ്റെ അതേ സാധനമായിരിക്കും വന്നിട്ടുണ്ടാകുക. അയ്യോ അപ്പം ഞാൻ ആലോചിക്കും അത് കട്ട് ചെയ്തിട്ടില്ല, അപ്പം ഞാൻ ഉടനെ ടാപ്പ് ചെയ്ത് ക്ലെൻസ് ചെയ്തിട്ടായിരിക്കും. എത്ര പ്രാവശ്യം ടാപ്പ് ചെയ്യണം? 3 ടൈംസ് ടാപ്പ് ചെയ്യണം. അതേപോലെ നമ്മൾ ഗ്രൗണ്ടിങ്ങിന് വേണ്ടി 3 തവണ കാലും 3 തവണ ടാപ്പ് ചെയ്യണം. അത് നമ്മളിപ്പോൾ ഇത് പഠിക്കാൻ വരുന്ന കുട്ടികൾക്കാണ് ഞാനിത് മെയിനായിട്ട് പറഞ്ഞു കൊടുക്കാറുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ ചില ദിവസങ്ങളിൽ റീഡിങ് ചെയ്യാൻ പറ്റാണ്ട് അല്ലെ മാറിപ്പോവാറുണ്ട്, അങ്ങനെ വരാം. ചില ദിവസം കൂടുതൽ ചെയ്യാൻ പറ്റും. അതെല്ലാം എനർജി ലെവലും ബേസ് ചെയ്തൊക്കെ അങ്ങനെയാണ്. ചില സമയത്ത് ഞാൻ ബുക്ക് ചെയ്തിട്ട് ഫുള്ളായിട്ടുണ്ടെങ്കിലും പോലും എനിക്ക് ഒട്ടും ടാരോയുടെ ടേബിളിൻ്റെ അടുത്ത് പോലും എനിക്ക് പോകാൻ പറ്റില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പം ഞാൻ പറയാറുണ്ടെന്ന് എനിക്ക് ടോട്ടലി ഒന്നും പറ്റില്ല. അങ്ങനെ അതിപ്പോൾ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഈ അത് പറഞ്ഞു വരാണെങ്കിൽ ടാരോ പഠിക്കാൻ വരുന്ന ആൾക്കാരോട് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, ചില ആൾക്കാർ ഫിനാൻഷ്യൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് വരാറുണ്ട്. ഒരു കാര്യവും ടാരോ എന്നല്ല, ഒരു കാര്യവും ഇപ്പോൾ യൂട്യൂബ് ചാനലാണെങ്കിൽ പോലും പൈസ ഉന്നം വെച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സക്സസ് ആവണമെന്നില്ല. അതിനൊരു ഇഷ്ടം വേണം, അതിൽ വർക്ക് ചെയ്യണം. ഈ ടാരോ അല്ലെങ്കിൽ റേക്കി അല്ലെങ്കിൽ ഇപ്പോൾ ജ്യോതിഷമായാലും എന്താണെങ്കിലും നിയോഗിച്ച ആൾക്കാർക്ക് മാത്രമേ വഴിയിലെത്താൻ പറ്റുള്ളൂ. ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല ഞാൻ ഈ ഒരു ജേണിയിൽ കൂടെ സഞ്ചരിക്കുന്നത്. വീട്ടുകാർക്കാണെങ്കിലും ആർക്കും ഈ ഒരു യാത്ര എന്നുള്ളത് അത്ര ഇതൊന്നും വേണ്ട, ഇത് ചെയ്താൽ ശരിയാവില്ല, ഇതിലേക്ക് വന്നാൽ ഒരുപാട് നെഗറ്റീവ്സ് വരും, പ്രശ്നങ്ങൾ വരും, അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരിക്കലും ഇത് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഈ ഒരു പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ എൻ്റെ ഫാദർ ഇൻ ലോ പോലും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു യാത്ര നല്ലതല്ല, അതായത് അവസാനിപ്പിച്ച് മിണ്ടാതിരുന്നോളണം. പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ വന്ന് നമ്മളെ വഴക്ക് പറയാം. അതായത് ഒരു മേജർ പ്രോബ്ലം വന്നിട്ടുണ്ടായിരുന്നു. ആ പ്രശ്നം വന്ന സമയത്ത് ഒരു ഡെബിൾ കാർഡിൻ്റെ ഒരു പ്രോബ്ലം ഞാൻ കൂടുതൽ പറയുന്നില്ല. ആ പ്രശ്നം വന്നപ്പോൾ ആ വന്ന വ്യക്തി എന്നെ തീർക്കുന്നവരെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞപ്പോൾ
മോൻ ചേട്ടൻ്റെ തറവാട്ടിൽ, അതായത് അച്ഛനൊക്കെ താമസിക്കുന്ന അവിടെ പോയ സമയത്ത് മോനോട് ചോദിച്ചു എന്താണ്, പെട്ടെന്ന് അൺടൈമിലാണ് അവൻ കയറി പോകുന്നത്. എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു അതുമായിട്ട്. അപ്പോൾ കുട്ടി അവിടെ നിൽക്കണ്ടെന്നുള്ള രീതിയിൽ ഞാൻ അവിടെ നിന്ന് മാറ്റുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ചോദിച്ചു ഇങ്ങനെ അമ്മയ്ക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തന്നെ ആൾ വിളിച്ച് പറഞ്ഞു ഈ പരിപാടിയൊക്കെ നിർത്തി മര്യാദയ്ക്ക് സ്കൂളിൽ എവിടെയെങ്കിലും പോയി അന്വേഷിച്ച് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് അതിന് തന്നെ പോകാൻ നോക്ക്, ഈ കാര്യങ്ങളൊന്നും എന്തെല്ലാന്ന് പറഞ്ഞിട്ട് ആളുകൾ അവനോടും പറഞ്ഞു അമ്മയെക്കൊണ്ട് ഇതൊക്കെ നിർത്തിയിട്ട്. ഇപ്പോൾ എൻ്റെ വീട്ടുകാരാണെങ്കിലും പോലും അവർക്കൊരിക്കലും ഈ ഒരു ടാഗ് ലൈൻ ഇഷ്ടമില്ല. അതായത് വളരെ സ്പിരിച്വൽ ജേണി. അവരുടെയൊക്കെ പേടി എന്ന് പറഞ്ഞാൽ സന്യാസത്തിലേക്ക് പോവുമോ, അങ്ങനെ ഒരു സ്പിരിച്വൽ അങ്ങനെയുള്ളൊരു ഇതാണ്. അവർക്കും മോളൊരു ടീച്ചറാണ്. ഇപ്പോഴും അവരാരും ആരോടും പറയില്ല ഞാൻ ഇതാണെന്നൊന്നും പറയാറില്ല. ടീച്ചർ മോളെ സ്കൂൾ ടീച്ചറാണ് അതേ പറയാറുള്ളൂ. ഞാൻ പിന്നെ അവരെ തിരുത്താനും പോയില്ല. അവർക്ക് അതാണ് സമാധാനമെങ്കിൽ അതായിക്കോട്ടെ അങ്ങനെ പറയാറുണ്ട്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ മേഖലയിൽ നിൽക്കുന്നവർക്കൊക്കെ ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ് അല്ലെ, സമൂഹത്തിൽ അക്സെപ്റ്റ് ചെയ്യപ്പെടുക അല്ലെങ്കിൽ കുടുംബത്തിൽ തന്നെ അക്സെപ്റ്റ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പലപ്പോഴും പലരും സ്വന്തം പാഷന്റെ പുറകെ പോയി ചെയ്യുന്നവരാണ്. പോലെ കളിയാക്കലുകളും വന്നിട്ടുണ്ട്. ഇതിന്റെ ഒരു നാടൻ വേഷം എന്ന് പറഞ്ഞ കൈ നോക്കണ നമ്മുടെ അമ്പലപ്പറമ്പിൽ അതുവരെ അതുവരെ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ടല്ല ഒരു അറിയുന്നൊരു വ്യക്തി, പുള്ളിക്കാരി എന്നെ വിളിച്ചിട്ട് പറയണ്ടായിരുന്നു അവരുടെ ആ ഒരു കാസ്റ്റിനെ തന്നെ വെച്ചിട്ട് നീ ആ ജോലി ചെയ്തിട്ടല്ലേ ഇതാവുന്നത്, നമ്മളെ ടോട്ടലി തളർത്തുക എന്നാണ് അവരുടെ ഉദ്ദേശം. പക്ഷേ എനിക്കത് ഇതെന്ത് ചെയ്താലും നമുക്കിതൊന്നും മാറില്ല, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പൊയ്ക്കൊള്ളുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം തീരുമാനിച്ചു. അപ്പോൾ മാക്സിമം അവരതിന് കുറ്റം കണ്ടുപിടിക്കാവുന്ന കാര്യങ്ങൾ, ഇതിലെന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ പറഞ്ഞ് നമ്മളെ തളർത്താൻ നോക്കും. പക്ഷേ നമ്മൾ തളർന്നിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെയാണ് അതിന്റെ ബുദ്ധിമുട്ട്. നമുക്ക് അതിൽ നിന്ന് വിട്ടു മാറാൻ പറ്റില്ല. നമ്മുടെ നിയോഗം അതാണെങ്കിൽ പിന്നെ അതിൽ നിന്ന് മാറിയിട്ടൊരു ജീവിതം എനിക്ക് ഒരിക്കലും ഇതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ, മുമ്പും പറഞ്ഞത് തന്നെയാണ്, ഇതിലേക്ക് വരണം എന്നുണ്ടായിരുന്നില്ല എനിക്ക്. ഈ പറഞ്ഞ പോലെ ഇപ്പോൾ കലോത്സവങ്ങളൊക്കെ നടക്കുന്ന സമയമൊക്കെയാണ്. ഇപ്പം ഈ കഴിഞ്ഞ വായനാ വാരം നടന്നുകൊണ്ടിരിക്കുക. അപ്പം എൻ്റെ കൊളീഗ്സ് സ്റ്റാറ്റസ് വയ്ക്കുമ്പോൾ അയ്യോ ഞാൻ സ്കൂളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മലയാളം ടീച്ചറാണ്, ഞാനായിരുന്നല്ലേ ഇതൊക്കെ നടത്തേണ്ടത്. അതിൻ്റെ ഒരു വിഷമമുണ്ട്. ഒരു വശത്ത് നോക്കുമ്പോൾ അതുണ്ട്. ചിലപ്പോൾ പുറത്ത് വെച്ച് എൻ്റെ പഴയ കൊളീഗ്സ് എന്നെ കാണുമ്പോൾ ടീച്ചർ ഇപ്പോൾ കുറേ കൂടെ ബെറ്റർ ആയിട്ടുണ്ട്, മുഖമൊക്കെ നല്ല ഗ്ലോ ആയിട്ടുണ്ട്, ആ ഒരു സ്കൂളിൽ ആ ഒരു സ്ട്രെസ്സൊക്കെ മാറിയപ്പോൾ തന്നെ നല്ലൊരു സമാധാനത്തിൽ കൂടെയാണ് പോണില്ലേ എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെയും സംസാരിക്കാറുണ്ട്. രണ്ട് തരത്തിലും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഏതൊരു ആൾക്കും ഇതൊക്കെ ഫേസ് ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ നല്ല പോലെ എന്താ പറയുക, നല്ല രീതിയിൽ ഒരുപാട് പേർക്ക് ആശ്വാസം കിട്ടിക്കഴിയുമ്പോൾ ഈ പറയുന്ന ആൾക്കാർ തന്നെ മാറ്റി പറയുന്നൊരു കാലം വരും. അതെ അതെ അതെ. ടാരോ റീഡിങ്ങിൻ്റെ പല പല മേഖലകൾ അല്ലെ, അതെങ്ങനെയാണ് റീഡ് ചെയ്ത് പോകുന്നത്, എങ്ങനെയാണ് ഓരോരുത്തർക്ക് അനുഭവം ആകുന്നത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇപ്പം ദർശനെ പോലെ തന്നെ ഒരുപാട് പേർക്ക് ഇത് പഠിക്കണം, അല്ലെങ്കിൽ എനിക്ക് ടാരോ റീഡിങ് ആവശ്യമുണ്ട് എന്നും പറഞ്ഞ് അവർക്ക് ആ ഒരു തോന്നൽ വരികയും അല്ലെങ്കിൽ പഠിച്ചാൽ കൊള്ളാം ഇതെന്താണ് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടല്ലോ. അപ്പം അങ്ങനെ പഠിക്കാൻ താല്പര്യപ്പെട്ട് വരുന്നവരോട് പറയാനുള്ള കാര്യങ്ങൾ കാണുമല്ലോ. അതായത് നേരത്തെ പറഞ്ഞു എല്ലാവർക്കും ഇത് സാധിക്കില്ല, അല്ലെ എല്ലാവർക്കും നിയോഗം കാണില്ല. ഇപ്പം പഠിച്ചാലും ചിലപ്പോൾ ആ പഠിത്തത്തോടുകൂടി നിന്നു പോകും. പക്ഷെ ചിലരാണെങ്കിൽ അത് നല്ല രീതിയിൽ ഫ്ലറിഷ് ചെയ്ത് പോകും. അപ്പം അങ്ങനെ പഠിക്കാൻ താല്പര്യപ്പെട്ട് വരുന്നവരോട് എന്താണ് പറയാനുള്ളത്? മെയിനായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം, പൈസ എന്നുള്ള ഉന്നം വെച്ചിട്ട് ആരോ പഠിക്കാൻ നിങ്ങൾ വരാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. കാരണം ഏത് തൊഴിലാണെങ്കിലും പൈസ മാത്രം ലക്ഷ്യം വെച്ച് വരേണ്ട, നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കാൻ കുറേ കാര്യങ്ങൾ ഉണ്ടാവണം. അതേപോലെ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യണമെന്നനുസരിച്ചിട്ടായിരിക്കും ഇതിൽ ഗ്രോത്ത് ഉണ്ടാവുക. ചില കാര്യങ്ങളിൽ മെയിനായിട്ട് ടാരോ ആണെങ്കിലും റേക്കി ആണെങ്കിലും കുറേ പരീക്ഷണങ്ങൾ നമ്മൾ നേരിടാൻ തയ്യാറാവണം. കുറേ സഫറിങ്സ് വരാറുണ്ട്. കാരണം സ്പിരിച്വൽ വേ എന്ന് പറഞ്ഞാൽ അത്ര ഈസി വേ അല്ല. അതറിയുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. ചിലപ്പോൾ ഇതൊക്കെ റീഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എക്സോസ്റ്റഡ് ആയി കഴിയുമ്പോൾ ചിലപ്പോൾ പനി പിടിച്ച് വരെ കിടന്നു പോകാം, മേലുവേദന, ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ വന്നിട്ട് നമ്മൾ കിടന്നു പോകാം. അതെ അതെ അതെ. ആ സമയത്തൊന്നും റീഡും ചെയ്യത്തില്ല, ആ സമയത്ത് ഹീലിംഗ് ചെയ്യില്ല, പറ്റില്ല, നമ്മളെ കൊണ്ട് സാധിക്കില്ല. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ബി പി ഒക്കെ എനിക്ക് ലോ ആയി പോകാറുണ്ട്, പല രീതിയിൽ വേരിയേഷൻസ് വരാം. അപ്പോൾ വരുന്ന നല്ല കാര്യമാണ് ടാരോ എന്ന് പറഞ്ഞാൽ. ലേഡീസിന് പ്രത്യേകിച്ചും നല്ല കാര്യമാണ്, പഠിക്കാൻ സിമ്പിളാണ്. എല്ലാവരും വിചാരിക്കും 78 ഡെക്കൊക്കെ മീനിങ് ഒക്കെ അങ്ങനെ പഠിച്ചെടുക്കാം. അതിൻ്റെ ആവശ്യമില്ല, മീനിങ്സ് ജസ്റ്റ് ഒന്ന് അറിയാം. പക്ഷെ നമ്മൾ ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യിപ്പിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ടാരോ ഈസി ആയിട്ട്, ടാരോ നമ്മുടെ കയ്യിൽ ഒതുങ്ങി വന്ന്
ഒരു ജസ്റ്റ് ഫ്രണ്ടിനെ പോലെ തന്നെ നമ്മൾ എങ്ങനെ ഗൈഡൻസ്, ശരിയായ ഒരു ഗൈഡൻസ് കൊടുക്കാൻ സാധിക്കും. എങ്ങനെ നമ്മൾ ടാരോയെ സ്നേഹിക്കണം അതിൻ്റെ 100 ഇരട്ടി ടാരോ തിരിച്ചും നമ്മളെ സ്നേഹിക്കും. ടാരോനെ നമ്മളെ പറ്റിക്കാൻ ശ്രമിച്ച ടാരോ നമ്മളെയും പറ്റിക്കും. ഒരു ഫ്രണ്ടിനെ പോലെ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു കാര്യം. അപ്പോൾ പഠിക്കാൻ വരുന്നവരോട് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എല്ലാം ഉൾക്കൊള്ളാൻ തയ്യാറായിട്ട് വരിക. എല്ലാ ജോലിയിലും നല്ല വശം ഉണ്ടാവും, ചലഞ്ചും ഉണ്ടാവും. അപ്പോൾ ഈ ചലഞ്ചും കൂടെ ഏറ്റെടുക്കാൻ തയ്യാറായിട്ട് വരിക. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക്. പഠിച്ചു കഴിഞ്ഞ് ജസ്റ്റ് അത് 1 ടൈം ഒന്ന് എടുത്തു കഴിഞ്ഞ് ഉപേക്ഷിച്ച് പോകുന്ന ആൾക്കാരുണ്ട്. ഇത് കുറേ ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. ജീവിതം തന്നെ മാറ്റിപ്പോയ ആൾക്കാരുണ്ട്. ഒന്നുമില്ലെങ്കിലും മറ്റുള്ളവർക്ക് വായിച്ചു കൊടുത്തില്ലെങ്കിലും അവനവൻ്റെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ വേണ്ടി വായിച്ചു കൊടുക്കുന്ന ആൾക്കാരും ഉണ്ട്. ചില ആൾക്കാർ റേക്കി പഠിക്കുന്ന ആൾക്കാർ തന്നെ ടാരോയും കൂടെ എടുത്തു പോകുന്ന ആൾക്കാരും ഉണ്ട്. അല്ല വേറെ ഇപ്പോൾ പ്രാണിക് ഹീലിംഗ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, സാധാരണ ജ്യോതിഷം, നമ്മുടെ കേരളത്തിൻ്റെ ജ്യോതിഷം പഠിച്ച ആൾക്കാർ പോലും ടാരോ ഒന്ന് എടുത്തു നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനെയുള്ള എൻ്റെ ഫ്രണ്ട്സും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കൂടുതലും സ്ത്രീകളാണ് ഈ മേഖലയിൽ വരുന്നത്, പുരുഷന്മാരെക്കാളും കൂടുതൽ. പുരുഷന്മാർ പഠിച്ചാലും എടുക്കുന്നവർ വളരെ കുറവാണ്, കൂടുതലും സ്ത്രീകൾ. അതെന്തായിരിക്കും കാരണം? ഒന്നാമത് കുറച്ച് ക്ഷമ എന്നുള്ളൊരു കാര്യം. പുരുഷന്മാർക്ക് ക്ഷമയില്ല എന്നല്ല, ഇപ്പോഴും ചെയ്യുന്ന ആൾക്കാർ നന്നായി വായിക്കുന്ന പുരുഷന്മാരും ഉണ്ട്. യൂട്യൂബിൽ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. പിന്നെ ചില കാര്യങ്ങൾ കൂടുതലും ഇപ്പോൾ വെസ്റ്റേണിലൊക്കെ ആണെങ്കിലും സ്ത്രീകളാണ് ടാരോയുടെ പിന്നാലെ എന്നുള്ളത്. കാരണം അവർക്ക് സമയമുണ്ട്. ഒന്നാമത്തെ കാര്യം, അതായത് ഹൗസ് വൈഫ്സ്, അവർക്ക് സമയം ഉണ്ടാവുന്ന സമയത്ത് അവരങ്ങനെ പഠിച്ച് ഇത് ഒരു എക്സ്ട്രാ ഒരു വരുമാനം എന്നുള്ള രീതിയിലേക്കും പോവാം. ജെൻസ് ആണെന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടി മെനക്കെട്ടിരിക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ചിലപ്പോൾ ജ്യോതിഷവുമായി ബന്ധപ്പെട്ട ആൾക്കാർ, അല്ലെങ്കിൽ ഈ ഒരു അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരായിരിക്കും, ചിലപ്പോൾ തന്ത്ര ഹീലിംഗ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവരായിരിക്കും പിന്നെ ടാരോ കൂടുതലായി കണക്ട് ചെയ്യുന്നത്. അങ്ങനെയും പിന്നെ പൊതുവെ ഈ ടാരോ റീഡേഴ്സ് ആയിട്ടുള്ള ലേഡീസ് എല്ലാവരും തന്നെ അവരെ പ്രത്യേകതയാണ് കാണാനും ഒക്കെ. അവരുടെ അവരുടെ മേക്കപ്പും കാര്യങ്ങളും, അവരിട്ടിരിക്കുന്ന ക്രിസ്റ്റൽസും കാര്യങ്ങളും ഒക്കെ അല്ലേ, ഒരു പ്രത്യേക ഒരു എനർജിയാണ്. അങ്ങനെയൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പൊതുവെ അവരെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു വൈറ്റ് വിച്ച് അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ കാണപ്പെടുന്നവരുണ്ട്. ഒരുപാട് നമ്മൾ വിദേശത്തൊക്കെ അങ്ങനെ ഒത്തിരി കണ്ടിട്ടുണ്ട്. ബ്ലാക്ക് വിച്ചും വൈറ്റ് വിച്ചും ഒക്കെ ഉണ്ട്. പക്ഷെ അത് ഞാൻ പറഞ്ഞപ്പോഴാണ് ഈ ടാരോ എന്നുള്ള സിനിമ കണ്ടിട്ട് ഒരാള് എന്നോട്, അവരൊരു വല്ലാത്തൊരു അവസ്ഥയിലാണ് എന്നെ നോക്കിയിട്ടുണ്ടായിരുന്നത്. അത് അങ്ങനെയാണോ, അങ്ങനത്തെ ഒരു സംഭവം നെഗറ്റീവ് അല്ല എന്നുള്ളതാണ്. എനിക്ക് പിന്നെ പറയാനുള്ള ഒരു കാര്യം, ചില ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ടാരോ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ എടുക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങൾ നമുക്ക് വരും. അങ്ങനെ ഒരു അന്ധവിശ്വാസം, അറിവില്ലായ്മ കുറച്ച് പരക്കുന്നുണ്ട്. അങ്ങനെയല്ല, അത് നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ, കോഡ് കട്ടിങ് അല്ലെങ്കിൽ എനർജി, ഇതൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നങ്ങളും വരില്ല. 100% പ്രൊട്ടക്ഷൻ ഒക്കെ ഇട്ടിട്ടാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം അവരുമായിട്ട് ആ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ആ ഒരു വ്യത്യാസം ഉണ്ടാവും. അപ്പം ഏൽക്കാതിരിക്കാനും ഉള്ളത്, പിന്നെ ക്ലെൻസിങ്ങും കാര്യങ്ങളും ക്രിസ്റ്റൽസും എല്ലാം ഉള്ളത് കൊണ്ട് പ്രൊട്ടക്ഷൻ ഉറപ്പായിട്ടും കാണും അല്ലേ. പിന്നെ സ്പിരിറ്റ്സും ഗൈഡ്സും എല്ലാം ഉണ്ട്. സ്പിരിച്വൽ ഗൈഡ്സ് എന്ന് പറഞ്ഞൊരു ക്ലാസ് തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ ഒരു ടാരോയുടെ ഭാഗമായിട്ട്. അങ്ങനെ അവരെ ഇൻവോക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആനിമൽ സ്പിരിറ്റ് ഗൈഡ്സ് അങ്ങനെ ഒരുപാട് ഉണ്ട്. അപ്പോൾ അതിലും ആ ഒരു വഴി കൂടെയും കൂടെ നമ്മൾ പോകും. പിന്നെ അതുപോലെ ചക്രേനെ പറ്റി പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ നമ്മളാദ്യം പ്രൊട്ടക്ഷൻ ആവാൻ വേണ്ടിയിട്ടാണ് ചക്രേനെ പറ്റിയും ഒക്കെ പഠിപ്പിക്കുന്നത്. പിന്നെ വരുന്ന ആൾക്കാരുടെ ചക്ര എങ്ങനെയാണെന്ന് നമുക്ക് ചിലപ്പോൾ ഈ ഒരു ഇൻഡ്യൂഷൻ വഴി നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അത് എല്ലാം കൂടെ ഒരു പാക്കേജ് ആയിട്ടാണ് ഞാൻ ടാരോ പഠിപ്പിക്കുന്നത്. അല്ലാതെ ടാരോ മാത്രം വായിച്ച് മീനിങ് ചെയ്ത് സൊല്യൂഷൻ കൂടെ അവർക്ക് കൊടുക്കാൻ സാധിക്കണം. ടാരോ വായിച്ചു കൊടുത്താൽ അതിന് സൊല്യൂഷനും കൂടെ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. മെയിനായിട്ട് അത് പഠിപ്പിക്കുന്നതിനേക്കാളും അവർക്ക് തന്നെ തോന്നും, ഇന്ന കാര്യം പറഞ്ഞു കൊടുത്താൽ അത് ഓക്കെ ആവുമെന്ന് അവർക്ക് തന്നെ തോന്നും. അതിന് വേണ്ടിയിട്ടുള്ള ഇല്യൂഷനും കാര്യങ്ങളൊക്കെയാണ് കൂടുതലും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. എന്തായാലും കുറേ കാര്യങ്ങൾ സംസാരിച്ചു. പക്ഷെ നമുക്ക് ടാരോ കാർഡ്സ് അല്ലെ ആ ഡെക്ക് നമുക്ക് കാണിക്കാൻ സാധിച്ചിട്ടില്ല. അത് ഇനി എപ്പോഴെങ്കിലും വീഡിയോ ചെയ്യുമ്പോൾ നമുക്കത് കൂടെ കാണിച്ചിട്ടൊക്കെ വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പം ആൾക്കാർക്ക് അത് കുറച്ചുകൂടെ കാണുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. അപ്പം പാലക്കാടാണ് ദർശനയുടെ സ്ഥലം. അപ്പം മാം കുറേ നാളായിട്ട് ഓൺലൈനായിട്ടൊക്കെ ചെയ്തു പോരുന്നുണ്ട്. അപ്പം താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ടാരോ റീഡിങ്ങിന് വേണ്ടിയിട്ടും റേക്കി ഹീലിങ്ങിന് വേണ്ടിയിട്ടും ഒക്കെ വിളിക്കാവുന്നതാണ്. അപ്പോൾ ഡാൻസറാണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തു പോരുന്നു. അപ്പം ഭാവിയിൽ നല്ല രീതിയിൽ എല്ലാം തന്നെ ആഗ്രഹിച്ച രീതിയിൽ തന്നെ പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷകർ ഇത്രയും നേരം ക്ഷമയോടുകൂടി കണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ നന്ദി, നമസ്കാരം.